ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ആഗസ്റ്റ് മാസ ഫലമാണ്. അത് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഫലമാണ് വിചിന്തനം ചെയ്യുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം വിജയങ്ങൾ വന്നു ചേരും. എന്നാൽ പല കാര്യങ്ങളിലും അതീവ ജാഗ്രത ആവശ്യമുള്ള സമയമാണ്. ധനസ്ഥാനാധിപനും ഉപജയസ്ഥാനത്തിൽ ഏറ്റവും പ്രധാന ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഉച്ചം ചെയ്ത് നിൽക്കുന്നത് 6ാമിടത്താണ്. ചില കാര്യങ്ങൾക്ക് നല്ലതാണ്, എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും അത്ര ഗുണകരമാണ് എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും അഭക്ഷ്യ വസ്തുക്കളുടെ ഉപയോഗം, ലഹരി പദാർത്ഥങ്ങളും ഒന്നും ഉപയോഗിക്കുവാൻ പാടില്ല. ഏഴരശനി ഇപ്പോൾ 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ, ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുടുംബത്തായാലും സമൂഹത്തിലായാലും തൊഴിലിടത്തിലായാലും ധനനഷ്ടം ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ ധനപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ, ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരെ ഒക്കെ വളരെ ശ്രദ്ധയും ക്ഷമയോടും കൂടി വേണം അത് എല്ലാം ശ്രദ്ധിച്ച് ചെയ്യണം. പ്രത്യേകിച്ച് കരാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കും. സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ ഈ മാസം സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര സുഖകരമായിരിക്കുന്ന ഒരു സന്ദർഭമല്ല. അതായത് ദാമ്പത്യ ഭാവത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ കേതു എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രഹം നിൽക്കുന്നു. അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും കോടതി കയറുന്നതിനും പോലീസ് സ്റ്റേഷൻ കയറുന്നതിനും ഒക്കെ സൂചനയുള്ളതിനാൽ ചെറിയ ചെറിയ പിണക്കങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് ആകാതിരിക്കുവാൻ ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അത്യാവശ്യമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ ഇടുന്നവർക്കും നല്ലതാണ്. അതുപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടുവാൻ യോഗമുണ്ട്. തൊഴിൽ ചെയ്യുന്നവർ, ഏത് തൊഴിൽ ചെയ്യുന്നവരായാലും അവർക്ക് തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ എല്ലാവിധ യോഗവുമുണ്ട്. ഒരു ഭൂമി വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവെ ആരോഗ്യം തൃപ്തികരമായി. എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധിക്കുക. ദിനചര്യയുടെ കാര്യത്തിലും മെഡിസിനൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിന് ഒരു കൃത്യനിഷ്ഠ ഒക്കെ വളരെ അത്യാവശ്യമുള്ള ഒരു സന്ദർഭമാണ്. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരോ, മറ്റ് IT മേഖലയിൽ ജോലി ചെയ്യുന്നവരോ, കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ വാഹന സംബന്ധമായി ജോലി ചെയ്യുന്നവർക്കും ഒക്കെ പുരോഗതികൾ വന്നു ചേരും. പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു മാസമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ക്ഷമയും വിട്ടുവീഴ്ചയോടും കൂടി ജീവിക്കുന്നവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും യോഗമുണ്ട്. അതുപോലെ തന്നെ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരും. ഗൃഹോപകരണങ്ങൾ വന്നു ചേരുവാനും യോഗമുണ്ട്. ഗൃഹം പുതുക്കിപ്പണിയുന്നതിനും ഒക്കെ നല്ല അനുഗ്രഹമുള്ള കാലമാണ്. അതായത് വീട് സംബന്ധമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും ഒക്കെ വളരെ വിജയപ്രദമാണ്. വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ശനി ദേവന്റെ അനുഗ്രഹത്തിനായിട്ട് ശാസ്താവിനെ നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളോ, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനീശ്വരനും ഒക്കെ പൂജ ചെയ്യുക, അല്ലെങ്കിൽ പൂജയിൽ പങ്കെടുക്കുക. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ശ്രേയസ്കരമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ, ഗൃഹനിലം നോക്കുന്നതിനും തൊഴിൽ തടസ്സം നോക്കുന്നതിനും വിവാഹ തടസ്സം നോക്കുന്നതിനോ, മുഹൂർത്തം, പൊരുത്തം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നേരിട്ട് വരികയോ ഓൺലൈനായിട്ടൊക്കെ നോക്കുന്നതിന് അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.